ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇന്നിതാ രാവിലെ കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട്. ചോറൊക്കെ ഇതാ ഞാൻ ഗ്യാസുമ്മൽ വെച്ചിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. പച്ചരി രാത്രി വെള്ളത്തിലിടാൻ മറന്നും ചെയ്ത്, പിന്നെ അതേപോലെ അരിപ്പൊടി തീർന്നും ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് എന്തായാലും റാഗിപ്പൊടി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ റാഗിപ്പൊടി ഒരു ബൗൾക്ക് ഇട്ട് കൊടുത്തേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. റാഗി തിന്നണത് കുട്ടികൾക്ക് നല്ലതാണ്, പക്ഷേ ഇതേപോലെ ദോശ ഒന്നും ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ചിലപ്പോൾ പറ്റില്ല. ദോശ അല്ല, അത് അപ്പാണ് കേട്ടോ. നമ്മൾ സാധാ ചീയപ്പം ഉണ്ടാക്കുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അവർക്ക് പറ്റില്ല. പിന്നെ നമ്മൾ അരിപ്പൊടി കൊണ്ട് അപ്പൊക്കെ ചുടുമ്പോൾ അതിൽ കൂടെ കുറേശ്ശെ റാഗിപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ചുടുകയാണെങ്കിൽ പിന്നെ വല്ലാതെ അറിയില്ല. അപ്പം ഇന്ന് എന്തായാലും അരിപ്പൊടി ഒന്നുമില്ല, ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് കേട്ടോ. അങ്ങനെ ഞാൻ അപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയേക്കാരം. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഏത് ഇഷ്ടമില്ലാത്തവരും അങ്ങനെ കഴിക്കും, ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിൽ. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരകിയിട്ടാണ്ട് പഞ്ചസാരയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊക്കെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിന് കേട്ടോ. ഇന്നലെ അനിയത്തിൻ്റെ കൂടെ പുറത്ത് പോയതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നത്. അപ്പം എനിക്കൊരു അനിയത്തിയില്ല, അപ്പം അനിയത്തിൻ്റെ കൂടെ പോകണത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിന്. ഇന്ന അനിയത്തിനെ പോലെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് ബുധനാഴ്ച കേട്ടോ, നമ്മളെ ഗിവ് അവേ വിന്നർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടേനി. അപ്പോൾ അത് ഇന്നലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അവരോട് ഞാൻ വീഡിയോ ചെയ്തു തരാൻ പറഞ്ഞിനി, നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവർ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് അയക്കണമെന്ന് ഞാനൊരു കാര്യം വിട്ടു കേട്ടോ. ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങിയിട്ട് അതിലിടണമെന്ന് വിചാരിച്ചിനി. അപ്പോൾ അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു മധുരം കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചതിന് പക്ഷേ അത് പറ്റിയില്ല, അത് ഞാൻ വിട്ടുപോയി. പിന്നെ ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് അതിൽ ഇട്ടാൽ മതിയേനി. സാരല്ലല്ലേ, ചില സമയത്ത് അങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നും, അത് ചിലപ്പോൾ മറക്കും, പിന്നെ തോന്നും അങ്ങനെ ചെയ്താൽ മതിയേനി. എന്നാലും കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടോ, ഈ ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ കുക്ക് ചെയ്യണത് കാണുമ്പോൾ എനിക്കും അങ്ങനത്തെ പാത്രത്തിൽ കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ വാങ്ങാൻ കഴിയൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, അതിലേറെ സന്തോഷമായിട്ടോ. എന്നാലും നമ്മൾ കൈകൊണ്ട് ഒരു പാത്രം ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന്. പിന്നെ ഓല അതിൽ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ വിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും എന്താ പറയുക, മനസ്സിന് തന്നെ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. അതേപോലെ ഇനി ചിലപ്പം ഇനി അടുത്ത വിന്നർ നിങ്ങളാവാം. അപ്പോൾ എന്തായാലും കമൻറ്റ്സ് ഇടണം കേട്ടോ എല്ലാവരും. നമ്മൾ ടോപ്പ് കമൻറ്റിൽ വരുന്ന ആൾക്കാരെയാണ് പിന്നെ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അതിനൊരാളെ സെലക്ട് ചെയ്യും, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെ എല്ലാ മാസവും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാ മാസവും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനും നിങ്ങളെപ്പോലെയുള്ള സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ. എന്തായാലും നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ. മറ്റൊരു ഗിഫ്റ്റ് അയക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒരു ഇന്നലെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, പക്ഷേ ഞാൻ തപ്പിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഒരു കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ബാവുക്കാക്കൂൻ്റെ നമ്പർ ഞാൻ കൊടുത്തിന്. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ നമ്പർ ഒരു പറഞ്ഞുതരും. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ മൊബൈൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ ഗിഫ്റ്റ് അയക്കും ചെയ്യും കേട്ടോ. പിന്നെ അതാ നമ്മൾ ചോറിന് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ, ഇത് ചൗ ആണ് കേട്ടോ. ഇത് നമ്മളിവിടെ ഒന്നും അങ്ങനെ വല്ലാതെ ഉണ്ടാവില്ല, ഇപ്പം നമ്മളെ മാർക്കറ്റിലൊക്കെ കിട്ടലുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ ഇതാ കഴുകി ഇനി ചെറിയതാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചോപ്പറിലിട്ടാൽ ശരിക്കും ചോപ്പായി കിട്ടില്ല. ചെറിയ പീസാക്കിയിട്ട് ചോപ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചോപ്പായി കിട്ടും. അപ്പോൾ ഇത് 3 ഉണ്ടായിനി, 3 ഒന്നും എടുക്കേണ്ടില്ലേനി തോന്നിട്ടോ. ഇഷ്ടംപോലെ ഉണ്ടായിനി. ഇത് പിന്നെ നോക്കിയപ്പോഴേ ഇഷ്ടംപോലെ ഉണ്ടായിനി. അപ്പോൾ 2 ആവശ്യമുള്ളേനി. അപ്പോൾ ഇതാ ഞാനൊക്കെ കട്ട് ചെയ്ത് വെച്ച്, അതേപോലെ ഒരു സവാളയും തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകിയതും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിന് നമ്മൾ കാന്താരി മുളകാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ കാന്താരി തയ്യുമ്പോൾ നല്ലോണം കാന്താരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയിമന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അയിമന്ന് പറിച്ച് കൊണ്ടുവരാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കാന്താരി തൈ വീട്ടിലുണ്ടെങ്കിൽ പച്ചമുളക് പൈസ എടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുമ്പോൾ തന്നെ ഉണ്ടാവും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പേരിക്കിടാനും കറിക്കിടാനൊക്കെ ഉള്ള കാന്താരി മുളക് ഇതുമ്പോൾ തന്നെ കിട്ടും കേട്ടോ നമുക്ക്.
നമ്മളെ തൊടിയിൽ പിന്നെ നിങ്ങൾക്ക് അറിയില്ല ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, മേലെയുണ്ട് താഴെയുണ്ട്. ഇതിപ്പോൾ പുതിയ തയ്യും അങ്ങനെ ഉണ്ടായത്, അത് ഞാൻ പറിച്ചിട്ട് തന്നെ അല്ലേ ഇനി. അപ്പോൾ മേലത്തതൊക്കെ ചുമന്ന കളറായിരിക്കണം. അപ്പോൾ ഇന്ന് ഇതുമ്മന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് കാന്താരി മുളകൊക്കെ കൊണ്ടുവന്ന് ആ തേങ്ങയ്ക്ക് ഇട്ട് കൊടുത്തിക്കണം. പിന്നെ അതിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിക്കണ്, പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചൗ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാനിതാ ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കണ്ട കേട്ടോ, അപ്പോൾ ഇതിന്നിങ്ങനെ വെള്ളം ഊറി വരും. അപ്പോൾ ഒരു പാകത്തിന് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കാബേജൊക്കെ ചോപ്പ് ചെയ്തെടുക്കണ പോലെ ആ ഒരു രീതിയിൽ അത്രക്ക് മതി. ഈ ഒരു ചോപ്പറും തന്നെ നല്ല ഉപകാരമാണ് കേട്ടോ. ഇത് കുറേ ആയിക്കണം ഞാൻ വാങ്ങിയിട്ട്, നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതേനി. അന്നത്ര 167 രൂപ പറ്റിയാണ് തോന്നുന്നു കേട്ടോ ചോപ്പറിന്. അപ്പം നല്ല ഉപകാരമാണ്. നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. ആ വലിക്കണ ചോപ്പർ ഉണ്ടല്ലോ, അതിലാണെങ്കിൽ പിന്നെ കുറേ പ്രാവശ്യം അങ്ങനെ ഇട്ട് വലിക്കണം. ഇതാകുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ റെഡി ആയി കിട്ടും. അപ്പോൾ അത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമാക്കി ഇട്ടിട്ട് അങ്ങനെ ചോപ്പ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് തേങ്ങ ഇതിൽ തന്നെ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ചരുകിയതും പിന്നെ കാന്താരി മുളകും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി ഞാൻ ചെറിയ പീസാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ചോപ്പാവാൻ കുറച്ച് ഗതികേടാവും. പിന്നെ അതിക്ക് കുറച്ച് നല്ല ജീരകവും ചേർത്തിട്ടുണ്ട്. അങ്ങനെ അതും ചോപ്പ് ചെയ്തെടുത്തു. പിന്നെ സവാളയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതായിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുത്തു. അതേപോലെ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഉണങ്ങിയ കാന്താരി മുളക് ഒരു 2-3 ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ ഒരു സവാള ഉണ്ടല്ലോ അതായിട്ട് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ചൗ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ. ഞാനത് ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടും ചെയ്ത്. ഞാൻ വിചാരിച്ചിനി അവർക്കൊന്നും പറ്റൂലാവോ, എനിക്ക് തന്നെ പറ്റൂല എന്ന് വിചാരിച്ചിന് കേട്ടോ. പക്ഷേ ഉണ്ടാക്കി നോക്കി ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ എനിക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഇതാ നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, ചതച്ച് വെച്ച അരപ്പുണ്ടല്ലോ, തേങ്ങയും കാന്താരി മുളകൊക്കെ അതുമായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ഇതാ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ആ ഒരു ചൗ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ കൂടെ ഉണ്ടാക്കിയാൽ കുറച്ച് നമുക്ക് ബാക്കി ആയിക്കാരം, അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ചവിടെ മാറ്റി വെച്ച് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴേലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കൊന്നും വേണ്ട കേട്ടോ, തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കുക. ഇതിലുള്ള ആ ഒരു വെള്ളമൊക്കെ വലിഞ്ഞ് വരുമ്പോഴത്തേന് തന്നെ ഇത് വെന്ത് കിട്ടും. നമ്മൾ കാബേജ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മഞ്ചുമുളക് ചോറ് പാത്രത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓൾക്കുള്ള ചോറിനുള്ള കൂട്ടാൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ചൗ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇതാ നമ്മളെ റാഗി ദോശയും അതേപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരകിയതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ കഴിക്കണത്. കുട്ടികൾക്ക് പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ, ഒരു കഴിച്ചൊക്കെ ചെയ്ത്. കുട്ടികൾക്ക് ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണ് ഈ റാഗി വയറ്റിലായി കഴിഞ്ഞാൽ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ പാലിലിങ്ങനെ കുറുക്കാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് സ്കൂളിട്ടൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഇല്ലാതെ ഇപ്പോൾ ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കി. എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനും കഴിച്ചു ഓരും കഴിച്ചു. പിന്നെ എന്തായാലും നമുക്ക് ചോറിന് കറി ഉണ്ടാക്കണം. അപ്പോൾ കറി ഇന്ന് ഉണ്ടാക്കുന്നത് ചക്കക്കുരു കൊണ്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് ചെറിയൊരു കഷ്ണം ചക്ക തന്നിട്ടുണ്ടേനി. അപ്പോൾ ആ ചക്ക കൂട്ടാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിനി ഞാൻ. പക്ഷേ കുട്ടികളതൊക്കെ പച്ച തിന്നു കേട്ടോ, അതുകൊണ്ട് പിന്നെ കൂട്ടാനൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അതിൻ്റെ കുരു ഉണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ചക്കക്കുരു കറി ഉണ്ടാക്കാമെന്ന് കരുതി. ചക്കക്കുരു മാങ്ങയും കറി വെച്ചാൽ നല്ല ടേസ്റ്റല്ലേ. അപ്പം നമുക്ക് മാങ്ങ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഞാൻ തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഇതാ കഴുകി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർക്കുക നല്ലത്. ചക്കക്കുരു മാങ്ങ നല്ലൊരു കോമ്പിനേഷനല്ലേ. അപ്പോൾ മാങ്ങ ഇല്ലേനി കേട്ടോ. അപ്പോൾ തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ മാങ്ങക്ക് പകരം പുളിവെള്ളം ചേർക്കുക. പിന്നെ അതാ ഒരു പച്ചമുളകും അതിക്ക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചക്കക്കുരു കറി ഉണ്ടാക്കൽ. പിന്നെ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഓരോരോ രീതിയിലല്ലേ കറിയൊക്കെ ഉണ്ടാക്കുക. ചിലർ നല്ല ജീരകം ചേർക്കും, ചിലർ പെരുംജീരകം ചേർക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാനിതാ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു, ഉപ്പും ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് കുക്കറിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. കുക്കറിലാകുമ്പം 2-3 വിസിലടിച്ചാൽ ചക്കക്കുരിയൊക്കെ വെന്ത് കിട്ടും. പിന്നെ അതാ പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് തേങ്ങ അരക്കണം. അപ്പോൾ തേങ്ങയും ചിരകിയെടുത്ത് അതിക്ക് 2-3
ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്ത് വേണ്ടിയിട്ടാണ്. വെളുത്തുള്ളി ചേർത്തിട്ടില്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ എല്ലാ ആൾക്കാർക്കാണെങ്കിൽ ചക്കക്കുരുവൊക്കെ നല്ല ഗ്യാസാണെന്നൊക്കെ പറയില്ലേ. വെളുത്തുള്ളി ചേർക്കാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചു. പിന്നെ ഇതാ നമ്മൾ കുക്കറൊക്കെ ഒരു 2-3 വിസിലൊക്കെ അടിച്ചതിന് ഓഫ് ചെയ്തിനി. പിന്നെ അതാ പ്രഷറൊക്കെ പോയിക്കണം കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കിയപ്പം ചക്കക്കുരുവൊക്കെ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്നും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിനല്ലോ, അപ്പോൾ പുളിവെള്ളം ഒതുക്കി ഒഴിച്ച് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചക്കക്കുരു ഇങ്ങനെ ഉടച്ചു കൊടുത്താലേ നല്ല കുറുകിയ കറിയേക്കാരം. മുഴുവൻ ഉടക്കൊന്നും വേണ്ട, കുറച്ച് ഉടച്ചു കൊടുത്താൽ മതി. പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. കഴിഞ്ഞതിന് ശേഷം തേങ്ങ അരച്ച അരപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് തിളച്ചിട്ട് ഒന്ന് തൂമിച്ചെടുത്താൽ മതി. അപ്പോൾ ചക്കക്കുരു കറി റെഡിയാവും. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവുണ്ടേനി, പിന്നെ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനി. അപ്പോൾ നമ്മളെ കറി ഇതാ ഞാനൊരു ബൗളൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതാ അതൊന്ന് തൂമിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് മുളക് പൊടി എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിന് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കറി കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും. അങ്ങനെ കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ മീൻകാരൻ വന്ന് മീൻ വാങ്ങിയിട്ടുണ്ട്. ഇനി മീൻ ചെറിയ കുഞ്ഞമത്തി ഉണ്ടല്ലോ, അതാണ് കേട്ടോ കിട്ടിയിരിക്കണത്. അങ്ങനെ അത് പോയി വേഗം നന്നാക്കി വന്ന് പിന്നെ അതിൽ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ച് നമ്മൾ സാധാ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയാക്കി കൊടുത്തിന് കേട്ടോ. അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ച് അത് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നും ഒന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പം പുറത്ത് പോയി വരുമ്പോൾ ചിലപ്പോൾ നല്ല വിശപ്പേക്കാരം. അപ്പോൾ വന്നിട്ട് പിന്നെ മീൻ പൊരിക്കാനൊന്നും തോന്നൂല. അപ്പോൾ ഇപ്പം തന്നെ മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് പോയി വന്നാൽ വിശപ്പിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഭയങ്കര വിശപ്പേക്കാരട്ടെ എനിക്ക് പുറത്ത് പോയി വന്നാൽ. അപ്പം അതുകൊണ്ടാണ് ചോറും കൂട്ടാനൊക്കെ വേഗം ഉണ്ടാക്കി വെച്ച് പോകുന്നത്. എന്നാൽ വന്നടുത്ത് കഴിച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോൾ പറയണ്ടല്ലോ, എനിക്ക് നോമ്പായില്ലേ. പിന്നെ നാളെ ഇൻഷാ അല്ലാഹ് ബറാത്തല്ലേ, നാളെ നോമ്പ് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. നോമ്പ് നോക്കുമ്പോൾ പഠിച്ചോ നമുക്ക് അങ്ങനെ ഒരു കരുത്ത് തരുന്നതാണല്ലേ. അപ്പോൾ നമുക്ക് വിശപ്പൊന്നും അറിയൂലല്ലോ വല്ലാതെ. അപ്പോൾ കഴിഞ്ഞ മീറാജിൻ്റെ നോമ്പിനൊക്കെ എനിക്ക് ചോക്കാട് പഞ്ചായത്തിലേ ഞാൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി അവിടുന്ന് വൈകുന്നേരമൊക്കെയാണ് ഞാൻ വന്നപ്പോൾ. എന്നാലും വല്ലാതെ അങ്ങോട്ട് കുഴങ്ങിയിട്ടൊന്നും ഇല്ലേനി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ചിലപ്പോൾ അങ്ങനെ പുറത്തൊക്കെ പോയി വരുമ്പോൾ നമുക്ക് നല്ല വിശപ്പൊക്കെ ഇല്ലേ, കാരണം വരുമ്പോൾ വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ നോമ്പാകുമ്പം പിന്നെ അത് നമ്മൾ അറിയൂല. ഇപ്രാവശ്യം പിന്നെ നല്ല വെയിലും ചൂടുമൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാ നോമ്പും നോക്കാൻ പഠിച്ചോ എല്ലാവർക്കും ആവത് തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിച്ചതിനോട്. കുട്ടികൾക്കൊക്കെ കാര്യം ഗതിയാടല്ലേ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ പോയി വന്നു കേട്ടോ. എന്നിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ട് ളുഹ്റിസ്കാരം ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം 3 മണി ആയിക്കണം കേട്ടോ. 3 മണി ആയിട്ടാണ് ഫുഡ് കഴിക്കണത്. അപ്പോൾ ചോറൊക്കെ ഒരു പാത്രത്തേക്ക് വിളമ്പിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ ചക്കക്കുരു വെച്ചിട്ടുള്ള കറി, പിന്നെ ചൗ ഉപ്പേരിയും, പിന്നെന്താ മത്തി ഫ്രൈ ചെയ്തതും ഒക്കെ എടുത്തു. പിന്നെ അതേപോലെ കുറച്ച് ചേനച്ചാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഹോം ഷോപ്പത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാർ. നല്ല ടേസ്റ്റാണ് ചേനച്ചാർ. നാരങ്ങാച്ചാറിനൊക്കെ ഒരു ചെറിയൊരു ഉപ്പിച്ചലൊക്കെ ഉണ്ട്, നാരങ്ങാച്ചാറും മാങ്ങാച്ചാറൊക്കെ. ചേനച്ചാർ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ചേനച്ചാർ. അങ്ങനെ ഇതാ ചോറൊക്കെ വിളമ്പി കഴിച്ചു. പിന്നെന്താ അന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഉച്ച കഴിഞ്ഞാൽ പിന്നെ അധികം ടൈമൊന്നുമില്ലല്ലോ. പിന്നെ അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കാനൊന്നും ടൈമില്ല. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പിന്നെ ഇന്ന് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഐഫക്കുട്ടി സ്കൂളിൽ വന്നപ്പോൾ പറഞ്ഞു വെച്ച് നമുക്ക് ചായക്ക് കടി പോയി മേടിച്ചുകൊണ്ടിരാ പറഞ്ഞു. പിന്നെ ഇപ്പോൾ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ രണ്ടാളും അങ്ങനെ പുറത്തിറങ്ങിയതാട്ടോ. അപ്പോൾ ചിക്കനും വാങ്ങി, അതേപോലെ ഒരു പഴംപൊരിയും വാങ്ങി. നമ്മളെ വീടിൻ്റെ അടുത്താണ് കേട്ടോ, വാരിക്കൽ എന്ന് പറയും. ഇവിടെ അങ്ങനെ ഈ പാടത്തിൻ്റെ അവിടെ നല്ലൊരു വൈബാണ് കേട്ടോ. ഇപ്പോൾ പുതിയ കട തുടങ്ങിയതാണ്. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. താങ്ക് യു.